ഈ ആലപ്പുഴയിൽ ഇപ്പോൾ അവിടെ നിന്ന് ജയിച്ചു പോയ വേണുഗോപാലിനേക്കാൾ അവിടെ ഇപ്പോൾ ജനങ്ങൾക്കിടയിലും അതുപോലെ തന്നെ അവിടെ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമോ ഒക്കെ വരുമ്പോൾ തന്നെയും ഏറ്റവും മുൻപന്തിയിൽ ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ തന്നെയാണ് പല ഇടങ്ങളിലായി കാണുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് വാർത്തകൾ കാണുമ്പോൾ തന്നെ പലതരത്തിലുള്ള ന്യൂസുകൾ പുറത്തു വരുന്നത് കാണുമ്പോൾ തന്നെ എല്ലായിടത്തും ശോഭാ സുരേന്ദ്രൻ ഒരു സാന്നിധ്യമായി ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനർത്ഥം ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴയിൽ നിന്നും മത്സരിച്ചു, അവിടെ നിന്ന് തോറ്റുപോയി. പക്ഷേ ആലപ്പുഴക്കാരെ വിട്ടുപോകാനോ അല്ലെങ്കിൽ ആലപ്പുഴക്കാർക്ക് വേണ്ടിയിട്ട് തന്നെക്കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനോ ശോഭാ സുരേന്ദ്രന് ഒരു മടിയുമില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ നിന്നൊക്കെ തന്നെ വളരെയധികം വ്യക്തമാകുന്ന കാര്യമെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ജയിച്ച MP ആയിട്ടുള്ള വേണുഗോപാൽ ചെയ്യേണ്ട പല കാര്യങ്ങളിലുമാണ് ഇപ്പോൾ അവിടെ നിന്ന് തോറ്റുപോയ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ ഇടപെടുന്നതും അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്നതും. ഇപ്പോൾ പുറത്തു വരുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം, അതായത് ശോഭാ സുരേന്ദ്രൻ തന്നെ തൻ്റെ ഫേസ്ബുക്ക് പേജിലിട്ട ഒരു പോസ്റ്റ് പ്രകാരം തന്നെ ആണെങ്കിൽ ചേർത്തലയിൽ പട്ടണക്കാട് മിൽമ കാലിത്തീറ്റ ഫാക്ടറിയിൽ സമരം ചെയ്യുന്ന തൊഴിലാളികളെ സന്ദർശിച്ചു. ഈ വിഷയത്തിൽ അടിയന്തരമായി വകുപ്പ് മന്ത്രി ചിഞ്ചു റാണി ഇടപെടണം എന്നുള്ള തരത്തിലുള്ള ഒരു പോസ്റ്റാണ് ഈ ഒരു വാചകം ചേർത്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ തന്നെ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വിശദമായ വാർത്ത വായിച്ചപ്പോഴത്തേക്ക് കേരളത്തിലെ ഏറ്റവും വലിയ കാലിത്തീറ്റ ഫാക്ടറി ആയിട്ടുള്ള അരൂര് തുറവൂരിലെ മിൽമ ഫീഡ്സ് കമ്പനി അടച്ചുപൂട്ടാനുള്ള സംസ്ഥാന സർക്കാർ നീക്കം പിൻവലിക്കണമെന്ന തൊഴിലാളി സമരത്തിന് പിന്തുണയുമായി BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ കമ്പനിയിൽ എത്തി. 400 മെട്രിക് ടൺ വരെ കാലിത്തീറ്റ ഉൽപ്പാദിപ്പിച്ചിരുന്ന കമ്പനിയിൽ ഇപ്പോൾ 100 മെട്രിക് ടൺ പോലും ഉൽപ്പാദനമില്ല. ഉൽപ്പാദനം കുറഞ്ഞതിലൂടെ ഫാക്ടറിയിലെ നിരവധി തൊഴിലാളികളുടെ ജീവിതം ഇന്ന് കടുത്ത പ്രതിസന്ധിയിലാണ്. എന്നാലും തൊഴിലാളികൾ ജോലി തടസ്സപ്പെടുത്താതെ നടത്തുന്ന സമരം മാതൃകാപരമാണ്. സംസ്ഥാനത്തെ 3200ഓളം വരുന്ന ക്ഷീര സംഘങ്ങളിൽ സ്വകാര്യ കമ്പനികളുടെ കാലിത്തീറ്റ വിൽപ്പന നടത്താൻ സർക്കാർ അംഗീകാരം നൽകിയതും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി. ദിനം പ്രതി 4000 ചാക്ക് കാലിത്തീറ്റ വിതരണം ചെയ്തിരുന്ന സ്ഥാനത്തിപ്പോൾ 1000 ചാക്ക് കാലിത്തീറ്റ പോലും ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഭരണകക്ഷി MLAയുടെയും MP-യുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും മിൽമ ഭരണസമിതിയുടെയും അനാസ്ഥ അവസാനിപ്പിച്ച് അടിയന്തര ഇടപെടൽ പ്രസ്തുത വിഷയത്തിൽ ഉണ്ടാവണമെന്നാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ നിന്നും വ്യക്തമാവുന്ന ഒരു കാര്യം, ആലപ്പുഴയിൽ താൻ ഇത്തവണ തോറ്റുപോയെങ്കിലും താൻ അവിടെ തന്നെ ഉണ്ടാകുമെന്നും അതോടൊപ്പം തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടും താൻ മുന്നിൽ തന്നെ ഉണ്ടാകുമെന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വാർത്തയിൽ നിന്ന് തന്നെ മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഇതിൽ നിന്നും വ്യക്തമാവുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ആലപ്പുഴയിലെ 3 ലക്ഷത്തോളം വോട്ടുകൾ ശോഭാ സുരേന്ദ്രനിലേക്ക് എത്തിയത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രതീക്ഷിക്കാത്ത നേട്ടമാണ് അവിടെ ശോഭാ സുരേന്ദ്രനിലൂടെ BJP നേടിയെടുത്തത് എന്നത് വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ തോറ്റുപോയെങ്കിലും അവിടെ നിന്ന് മാറാതെയും അവിടെ തന്നെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് തീരുമാനിച്ച ശോഭാ സുരേന്ദ്രൻ തീർച്ചയായിട്ടും ഇനി വരും നാളുകളിൽ അവിടെ പലതരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ജയിപ്പിച്ചു വിട്ട വേണുഗോപാൽ ചെയ്യേണ്ട പല കാര്യങ്ങളിലും ശോഭാ സുരേന്ദ്രൻ ഇടപെടുമ്പോഴത്തേക്കും വേണുഗോപാൽ എവിടെ എന്നുള്ള ചോദ്യവും അവിടെ ഉയർന്നു വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, നേരത്തെ തന്നെ തീരദേശ മേഖലയിൽ ഉണ്ടായ ചില പ്രശ്നങ്ങളിലും ശോഭ ഇടപെട്ടിരുന്നു, കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തിയിരുന്നു. അതിന് തക്കവണ്ണമുള്ള ആളുകൾ കേന്ദ്രത്തിൽ നിന്ന് തന്നെ നേരിട്ട് ആലപ്പുഴയിൽ എത്തിയിരുന്നു. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ ശോഭാ സുരേന്ദ്രന്റെ ഈ ഒരു ഇടപെടൽ, ആലപ്പുഴയിൽ ഉടനീളം നടക്കുന്ന ഈ ഒരു ഇടപെടലുകൾ തീർച്ചയായിട്ടും ശോഭയെ സംബന്ധിച്ചിടത്തോളം വരും നാളുകളിൽ വലിയ ഒരു ജനസ്വാധീനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശോഭയ്ക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തായാലും ആലപ്പുഴയിൽ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഒരു പ്രധാന നേതാവായി, അതായത് ജനങ്ങൾക്കിടയിൽ അത്രത്തോളം സ്വാധീനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു നേതാവായിട്ട് ശോഭാ സുരേന്ദ്രൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്.